ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള പിസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒറിജിനൽ പിസയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഷോപ്പിൽ ഞങ്ങൾ വിൽക്കുന്ന പിസയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ പിസ്സ ഇതാണ് കേട്ടോ. ഞാൻ മീഡിയം സൈസ് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. 9 ഇഞ്ചിൻ്റെ പിസ്സയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ശരിക്ക് കോൺ മീൽ വെച്ചിട്ടാണ് ഈ ഒരു പിസ്സ നമ്മൾ കോട്ട് ചെയ്യേണ്ടത്. നാട്ടിലൊക്കെ എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളും അങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ സിമ്പിളായിട്ട് കിട്ടാൻ നമ്മൾ മൈദപ്പൊടി തന്നെയാണ് കൂടുതലും എല്ലാവരും ചേർക്കുന്നത്. പക്ഷേ ഒറിജിനൽ പിസ്സക്ക് കോൺ മീലാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ കോൺ മീൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഈ ഒരു പിസ്സ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിതാ നന്നായിട്ട് പരത്തിയെടുക്കുകയാണ്, റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുകയാണ്. ഞാനിത് നല്ല രീതിയിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതിങ്ങനെ വലിയുന്ന പോലെയാണ് ഉണ്ടാവുക. പിന്നെ ചെറുതായിട്ടൊരു സ്റ്റിക്കിയും ഉണ്ടാവും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺ മീലും കൂടിയിട്ട് കൂടുതൽ ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്രിസ്പിയും ഉണ്ടാവാനും. ഇനി ഞാനിതാ 9 ഇഞ്ചിൻ്റെ റിങ് എടുത്തിട്ടുണ്ട്. ഈ നമ്മൾ പരത്തിയെടുത്ത ഈ ഒരു ഇതേപോലെ അടിയിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ആക്കിയെടുക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഇതിൻ്റെ സോസ് ഒഴിക്കണം. ഞങ്ങളുടെ ഷോപ്പിൽ ഉണ്ടാക്കുന്ന സോസാണ് കേട്ടോ. ഇത് ടൊമാറ്റോ ബേസാണ് ഇന്നത്തെ നമ്മുടെ പിസ്സയിൽ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ പിസ്സയുടെ സോസ് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് ചീസ് ആഡ് ചെയ്യാണ്. എല്ലാ പിസ്സക്കും നമ്മൾ ശരിക്ക് ഒറിജിനലായിട്ട് ആഡ് ചെയ്യേണ്ടത് മൊസറില്ല ചീസാണ്. ചീസുകൾ പല തരമുണ്ട്. അപ്പോൾ നമ്മൾ പിസ്സക്ക് ഉപയോഗിക്കുന്നത് മൊസറില്ല ചീസാണ് കേട്ടോ. ചെഡാർ ചീസ് ഉണ്ട്, അത് നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതിൽ ഗ്രേറ്റ് ചെയ്തിടുന്നതാണ് ചെഡാർ ചീസ്. അപ്പോൾ നമ്മൾ പിസ്സക്ക് ഉപയോഗിക്കുന്നത് മൊസറില്ല ചീസാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിങ്ങിൻ്റെ അടിയിലേക്ക് താഴേക്ക് വന്ന മാവുണ്ടല്ലോ, അത് ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ആക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ടുള്ള മാവൊക്കെ ഒന്ന് റൗണ്ട് രീതിയിലാവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ടോപ്പിങ്സുകൾ ആഡ് ചെയ്യാണ്. ടോപ്പിങ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ആഡ് ചെയ്യണത്. അപ്പം ഞാനിതാ ആദ്യം തന്നെ റെഡ് ഒനിയനാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പെപ്പേഴ്സാണ്. അത് 2 കളറുണ്ട്, ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട് കേട്ടോ. ക്യാപ്സിക്കും ബെൽ പെപ്പർ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അത് 2 ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റേറിയൻ പിസ്സയാണ് കേട്ടോ. ഇതിൽ മീറ്റൊന്നും ആഡ് ചെയ്യുന്നില്ല, വെജിറ്റേറിയൻ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇതാ പൈനാപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പൈനാപ്പിളൊക്കെ ആഡ് ചെയ്യുമ്പോൾ പിസ്സയിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഇതാണ് ജലാപ്പീനോ. ഹലപ്പീനോ എന്ന് പറയും, ജലാപ്പീനോ എന്നും പറയും. ഇത് കുറച്ച് എരിവും പുളിയും ഒക്കെ ഉള്ളതാണ്. നമ്മൾ മുളകൊക്കെ ഉപ്പിലിട്ടാൽ എങ്ങനെ ഉണ്ടാവും, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത്രയും ടോപ്പിങ്സ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് സ്വീറ്റ് കോണും മഷ്റൂമും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഇട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് പിസ്സ മെഷീൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പിസ്സ മെഷീൻ ഓൾറെഡി ഓണാണ്, നമ്മൾ വർക്കിംഗ് ആണ് നമ്മുടെ ഷോപ്പിൽ. അപ്പോൾ പിസ്സ മെഷീൻ ഇതാ 300-ലാണ് കേട്ടോ. 300 ഡിഗ്രിയിലാണ് ഞാൻ ഇന്ന് പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നുകൂടി ഓപ്പൺ ചെയ്തിട്ട് ഇത് ഒന്ന് സൈഡ് ഭാഗം തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കണം. അതായത് എല്ലാ ഭാഗത്തേക്കും ചൂട് തട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് ഓരോ സൈഡും മാറ്റി മാറ്റി വെക്കാൻ. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് വീണ്ടും റൗണ്ട് ചെയ്തിട്ട് എടുത്തേക്കാണ്. ഇപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 9 ഇഞ്ചിൻ്റെ വെജിറ്റേറിയൻ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പിസയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അതുപോലെ തന്നെ ഇതിലെ ടോപ്പിങ്സ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നമുക്ക് കഴിക്കാനുണ്ടാക്കിയതല്ലേ, അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ആഡ് ചെയ്തിട്ടുള്ള ടോപ്പിങ്സുകളാണ്. 9 ഇഞ്ചിൻ്റെ പിസ്സ എന്ന് പറയുമ്പോൾ 6 സ്ലൈസ് ആണ് കേട്ടോ. 6 സ്ലൈസ് ആയിട്ടാണ് വരിക. 2 പേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിസ്സയൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരാൾക്ക് തന്നെ ഇത് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ പിസ്സ കണ്ടില്ലേ, ചീസൊക്കെ നന്നായിട്ട് വലിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതായിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.